ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോബ് ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NCSM നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ അവരുടെ നെയിം ഓഫ് ദ പോസ്റ്റും അതുപോലെ തന്നെ വേക്കൻസിയും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ക്യൂരിയേറ്റർ എന്നാണ് പോസ്റ്റിൻ്റെ പേര്. നിലവിൽ ഇപ്പോൾ 5 വർഷത്തെ കോൺട്രാക്ട് ബേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിസർവേഷൻ തിരിച്ചുള്ള വേക്കൻസി, ജനറൽ അൺറിസർവ്കാർക്ക് ഒരു വേക്കൻസി. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 45 വയസ്സാണ്. അതുപോലെ തന്നെ റിസർവേഷൻകാർക്ക് നിയമാനുസൃതമായ വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ക്യൂരിയേറ്റർ B ആണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 9 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിസർവേഷൻ തിരിച്ചുള്ള വേക്കൻസി EWS 6, SC 1, ST 1, OBC 1 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 35 വയസ്സാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1, നിലവിൽ 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UR ജനറലുകാർക്ക് 4, OBC 1, EWS 1, SC 1 ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയമാനുസൃതമായ വയസ്സുള്ളവ് റിസർവേഷൻകാർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് ക്യൂരിയേറ്റർ E പറഞ്ഞിരിക്കുന്നത് പേ സ്കെയിൽ 7 ആണ് പറഞ്ഞിരിക്കുന്നത്. 1,23,100 രൂപ മുതൽ 2,15,900 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യൂരിയേറ്റർ B 56,100 മുതൽ 1,75,500 രൂപയാണ് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 സാലറി പറഞ്ഞിരിക്കുന്നത് 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമുക്ക് നോക്കാം. ക്യൂരിയേറ്റർ E പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് MSc ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് BE BTech വിത്ത് 13 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ MTech ME MG പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PhD എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ 9 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. അത് ക്യൂരിയേറ്റർ B ഫസ്റ്റ് ക്ലാസ് MSc, അതുപോലെ ഫസ്റ്റ് ക്ലാസ് BE BTech വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നു. അതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഡിഗ്രിയാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് നോക്കാം. ഓക്കെ, ക്യൂരേറ്റർ E പറഞ്ഞിരിക്കുന്നത് 1,770 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്യൂരേറ്റർ B പറഞ്ഞിരിക്കുന്നത് 1,760 ആണ് ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 1,180 ആണ് ഫീസ് അടയ്ക്കേണ്ടത്. ജനറലുകാർക്കായിരിക്കണം ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വുമൻസിനും SC ST കാൻഡിഡേറ്റ്സിനും PWക്കാർക്കും നിയമാനുസൃതമായ ഇളവുണ്ടായിരിക്കും. അവർക്ക് ഫീസ് അടയ്ക്കേണ്ടത് ഇല്ല, അല്ലാതെ തന്നെ അവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 5/7/2024 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അപേക്ഷ സമർപ്പിക്കുക. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നല്ല ഉയർന്ന സാലറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിനേക്ക് ബൈ.